നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭാര്യയെയും മകളെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം യുവാവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. പത്തനാപുരത്താണ് സംഭവം. പത്തനാപുരം പിടവൂർ സ്വദേശി രൂപേഷാണ് മരിച്ചത്. ചീട്ടുകളിയുടെ പണത്തെ ചൊല്ലി കൊലപാതകം. സുഹൃത്തിനെ കഴുത്തറുത്ത് കൊന്ന കേസിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊല്ലം കണ്ണനല്ലൂരിലാണ് സംഭവം. കൊലപാതകത്തിൽ 2 പേരാണ് പിടിയിലായത്. നൂറിനാട്ട് 30 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സംഭവത്തിൽ 3 പേരെ അറസ്റ്റ് ചെയ്തു. മലപ്പുറം സ്വദേശികളാണ് പിടിയിലായത്. വിശദമായ വാർത്തകളിലേക്ക്. ഭാര്യയെയും 7 വയസ്സുകാരി മകളെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം യുവാവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. പത്തനാപുരത്താണ് സംഭവം. പത്തനാപുരം പിടവൂർ ലതീഷ് ഭവനിൽ 38-കാരനായ രൂപേഷാണ് മരിച്ചത്. ഞങ്ങൾ കഥ പറഞ്ഞിറങ്ങി അവിടെ ഓടി ചെന്ന് അവിടെ സിറ്റൗട്ടിൽ ചെന്ന് കയറി. അപ്പം പിന്നെ അവിടുന്ന് പെട്ടെന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് ആ കൊച്ച് പിന്നെ കൊണ്ട് കയറി പോയെന്നാ പറഞ്ഞത്. അത് ഞങ്ങൾ കണ്ടില്ല. പിന്നെ അവർ തീയത്തും കണ്ടോണ്ടാ ഞങ്ങൾ പോയത്. പിടവൂരിലെ വാടക വീട്ടിലാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത്. പത്തനാപുരം നടുക്കുന്ന് കുളങ്ങര നസീർ ഖാന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു രൂപേഷും കുടുംബവും. പത്തനാപുരം പോലീസും ഫയർഫോഴ്സും എത്തി തീ കെടുത്തി രൂപേഷിനെ പുല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഭാര്യയെയും മകളെയും ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രൂപേഷിന്റെ മൃതദേഹം പുല്ലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലുണ്ട്. പത്തനാപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഓട്ടോ ഡ്രൈവറായിരുന്നു രൂപേഷ്. ഇവരുടേത് പ്രണയവിവാഹമായിരുന്നു. രാത്രി വഴക്ക് കേൾക്കുന്നേക്കാം. അവരുടെ കൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് മാറി തരുന്നെന്ന്. അന്നേരം പറഞ്ഞ് മാറാൻ 1 വർഷം ആവും നിങ്ങൾ മാറുന്നെന്നും പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ 15 ഡേറ്റ് പറഞ്ഞു മാറാൻ. ഇപ്പോഴേ അവിടെ വർത്താനം കേൾക്കുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇവര് കുറവോ ഇല്ലയോ എന്ന് ചോദിച്ചു കൊച്ചിനോട്. ഞാൻ പറഞ്ഞു ഇവളോട് ചിലപ്പോഴൊക്കെ ഇപ്പൊ 2 മാസം കൊണ്ടൊക്കെ ഇവര് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് വെച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു സാറേ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വഴക്കിനും കേസിനും ഒന്നും വരാൻ വയ്യ, നിങ്ങൾ മാറി തരുന്നെന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞത് മാറാന്ന് പറഞ്ഞത്. അലിമുക്ക് സ്വദേശിയാണ് രൂപേഷിന്റെ ഭാര്യ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ഗവർണർ ശ്രമിക്കുന്നെന്നാരോപിച്ച് PDP പ്രതിഷേധം സംഘടിപ്പിച്ചു. ചവറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഗവർണറുടെ നീക്കം ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് PDP കുറ്റപ്പെടുത്തി. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ച് PDP ചവറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ചവറ മണ്ഡലം പ്രസിഡന്റ് അബ്ദുറഹ്മാൻ തേവലക്കര ഉദ്ഘാടനം ചെയ്തു. നിയമ സംഹിതകളെ മൊത്തം വെല്ലുവിളിച്ചുകൊണ്ട് കേരളത്തിന്റെ മത സൗഹാർദ്ദ അന്തരീക്ഷത്തെ കലുഷിതമാക്കാൻ വേണ്ടി ആസൂത്രിതമായി പ്രോട്ടോകോളുകൾ പോലും ലംഘിച്ചുകൊണ്ട് സിൻഡിക്കേറ്റിലേക്കും വൈസ് ചാൻസലർ സ്ഥാനത്തേക്കും നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമനങ്ങൾ ജനാധിപത്യ മര്യാദകളെ മൊത്തം അട്ടിമറിച്ചുകൊണ്ട് സംഘി കൂട്ടങ്ങളെ ഈ വിദ്യാഭ്യാസ സംവിധാനങ്ങളിലേക്ക് കയറ്റിക്കൊണ്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം മൊത്തം കാവ്യവൽക്കരിക്കാനുള്ള ആസൂത്രിതമായ ശ്രമം നടത്തുമ്പോൾ അതിനെ ചെറുക്കേണ്ടത് ജനാധിപത്യ കേരളത്തിൽ ചെറുക്കൽ വളരെ അത്യാവശ്യമായ കാര്യമാണ്. സർവകലാശാല സെനറ്റുകളിലേക്ക് RSS നോമിനികളെ പ്രതിഷ്ഠിച്ചും വൈസ് ചാൻസലർ തസ്തികകളിൽ സംഘപരിവാർ നോമിനികളെ നിശ്ചയിച്ചും വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ നീക്കം ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഷാഹിനാൽ കൊട്ടുകാട്, ഷിഹാബ് കല്ലിൽ, സക്കീർ പടപ്പനാൽ, നിസാം വേളൂർ, ഷാജഹാൻ കുട്ടുകാട്, നിസാം പന്മന തുടങ്ങിയവർ പങ്കെടുത്തു. റിയാദ് കുട്ടുകാട്, മുഹമ്മദ് കുഞ്ഞ് പന്മന, ഷിഹാബ് പടപ്പനാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചവറ. വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ കായംകുളത്ത് നിയോജക മണ്ഡലം ജാഥ നടത്തി. ജാതി സെൻസസ് നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ നടത്തിയത്. മണ്ഡലം പ്രസിഡന്റ് മുബീർ സോഡനാടാണ് ജാഥ ക്യാപ്റ്റൻ. ജാതി സെൻസസ് നടപ്പാക്കുക, എയ്ഡഡ് നിയമനങ്ങൾ PSCക്ക് വിടുക, സർക്കാർ സർവീസിൽ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായാണ് വെൽഫെയർ പാർട്ടി കായംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. നിയോജകമണ്ഡലം പ്രസിഡന്റ് മുബീർ ഓടനാടാണ് ജാഥ നയിക്കുന്നത്. ജാഥയുടെ ഉദ്ഘാടനം കരിയിലക്കുളങ്ങരയിൽ വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി PT വസന്തകുമാർ നിർവഹിച്ചു. എയ്ഡഡ് നിയമനങ്ങൾ PSCക്ക് വിടുക, സർക്കാർ സർവീസിൽ ആനുപാതിക പ്രാതിനിധ്യം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ കഴിഞ്ഞ നവംബർ മാസത്തിൽ ആരംഭിച്ച ഈ ബഹുജന പ്രക്ഷോഭ യാത്ര ജനുവരി 3-ാം തീയതി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവസാനിക്കുമ്പോൾ 10,000-ങ്ങളെ അണിനിരത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റ് വളയൽ
എന്ന ശക്തമായ പ്രക്ഷോഭ പരിപാടി നടക്കുകയാണ്. ഒരുപക്ഷെ ഈ സെക്രട്ടേറിയറ്റ് വളയൽ എന്ന പരിപാടി ഒരു തുടക്കം മാത്രമാണ്. വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ കേരളത്തിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെ ആദ്യ ഘട്ടം മാത്രമാണ് ജനുവരി 3-ാം തീയതി തിരുവനന്തപുരത്ത് നടക്കുന്നത്. നവാസ് അലിയിൽ അൻസാദ് അമ്പഴ, കെ എ വാഹിദ, ഒ അബൂബക്കർ, സിബീഷ് ചെറുവല്ലൂർ, നസീർ ഹമീദ, ഹബീബ് റഹ്മാൻ, മുഹമ്മദ് കുഞ്ഞ്, ജെ അബ്ദുൽ ഖാദർ, സക്കീർ പൊന്നാരം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. സുഹൃത്തിനെ കഴുത്തറുത്ത് കൊന്ന കേസിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊല്ലം കണ്ണനെല്ലൂരാണ് സംഭവം. പശ്ചിമബംഗാൾ സ്വദേശിയുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ചീട്ടുകളിയുടെ പണത്തെ ചൊല്ലിയായിരുന്നു കൊലപാതകം. കഴിഞ്ഞ 17 നടന്ന കൊലപാതകത്തിൽ 2 പേരാണ് പിടിയിലായത്. കൊല്ലപ്പെട്ട അൽതാഫ് മിയ പശ്ചിമ ബംഗാൾ സ്വദേശിയാണ്. പ്രതികളായ അൻവർ, ബിഗാസൻ എന്നിവർ കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികളുമാണ്. കഴിഞ്ഞ 17 മുതൽ അൽതാഫിനെ കാണാനില്ലായിരുന്നു. ഇയാളെ കാണാതായ വിവരം മറ്റു തൊഴിലാളികൾ ഫാക്ടറി ഉടമയെ അറിയിച്ചു. തുടർന്ന് കണ്ണനല്ലൂർ പോലീസിൽ പരാതിയും നൽകി. അന്വേഷണത്തിൽ അൽതാഫിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് കണ്ടെത്തി. പിന്നീട് ഫോണിലേക്ക് വിളിച്ച അവസാന കോൾ പരിശോധിച്ചു. സുഹൃത്തുക്കളായ അൻവർ, ബിഗാസ് എന്നിവരാണ് അവസാനം അൽതാഫിനെ വിളിച്ചതെന്ന് കണ്ടെത്തി. ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ കുറ്റസമ്മതം നടത്തുകയായിരുന്നു. ചീട്ടുകളി, പണം വീതം വെപ്പിലുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് വിവരം. അൽതാഫിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം മുടിച്ചിറ ഭാഗത്ത് ചെളിയിൽ താഴ്ത്തി. പ്രതികളുടെ മൊഴിപ്രകാരം മൃതദേഹം ഇവിടെ നിന്ന് കഴിഞ്ഞ രാത്രി പുറത്തെടുത്തു. കേസിൽ വിശദമായ അന്വേഷണം തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. സാഹോദര്യത്തിന്റെ മഹനീയ കാഴ്ചയിൽ യാത്രയയപ്പ് അനുഭവിച്ചറിഞ്ഞ ഓച്ചിറ. മേമനയിൽ നിന്നും ശബരിമലയിലേക്ക് പുറപ്പെട്ട 100 അംഗ അയ്യപ്പന്മാരുടെ സംഘം ഓച്ചിറ ടൗൺ ജുമാ മസ്ജിദിലെത്തി പ്രാർത്ഥനയ്ക്ക് ശേഷം ശബരിമലയ്ക്ക് പോയതാണ് സാഹോദര്യത്തിന്റെ പുതിയ സന്ദേശം ലഭിച്ചത്. പള്ളി കമ്മിറ്റി അംഗങ്ങൾ ഇവരെ യാത്രയാക്കിയപ്പോൾ അത് നാടിന്റെ നന്മയുടെ മറ്റൊരു അടയാളമായി. വ്യാഴാഴ്ച വൈകിട്ട് 6:30യോടെയാണ് ഓച്ചിറ ടൗൺ മസ്ജിദിലെത്തിയ അയ്യപ്പന്മാരുടെ സംഘത്തെ തൻവീറുൽ ഇസ്ലാം ട്രസ്റ്റ് സെക്രട്ടറി നവാസ് വലിയ വീട്ടിൽ, കമ്മിറ്റി അംഗങ്ങളായ നാസർ വിത്തൂർ, റഷീദ് മലബാർ, നൌഷാദ് സഫാസ്, സബദ് പുയിനിക്കുറ്റി, ലത്തീഫ് പുളിമൂട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചത്. അടപ്രഥമൻ, ഫലവർഗ്ഗങ്ങളും തോർത്ത്, വെള്ളം എന്നിവയുമടങ്ങിയ കിറ്റ് എല്ലാ അയ്യപ്പന്മാർക്കും നൽകിയാണ് ശബരിമല സംഘത്തെ പള്ളി കമ്മിറ്റി അംഗങ്ങൾ യാത്രയാക്കിയത്. എല്ലാ ജനങ്ങളെയും ഒന്നായി കാണുകയും അവരവരുടെ ഓരോരുത്തരുടെയും ആചാരങ്ങളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ്. ഒരു മതങ്ങളുടെ ആചാരങ്ങളെ കുറ്റം പറയുകയോ അവരുടെ ആചാരങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യാനുള്ള ഒരു കർത്തവ്യവും ഇസ്ലാമിൽ വിശുദ്ധമല്ല. ഓരോ നാടിൻ്റെയും പ്രത്യേകത അനുസരിച്ച് ആ നാട്ടിലെ ജനങ്ങളുടെ സൗഹൃദമാണ് ഏറ്റവും വലുത്. മതത്തിൽ വിശ്വസിക്കുന്നവർ അവരുടെ ആചാരങ്ങൾ അവരുടേതനുസരിച്ച്, മുസ്ലിമിൻ്റെ ആചാരങ്ങൾ മുസ്ലിം അനുഷ്ഠിക്കുക, ഹിന്ദുവിൻ്റെ ആചാരങ്ങൾ ഹിന്ദു അനുഷ്ഠിക്കുക, ക്രിസ്ത്യാനിയുടെ ആചാരങ്ങൾ ക്രിസ്ത്യാനി അനുഷ്ഠിക്കുക. അവരുടെ ആചാരങ്ങൾ അവരുടെ അനുഷ്ഠിക്കുന്നതോടൊപ്പം എല്ലാ മനുഷ്യരും അവരുടെ സൗഹൃദങ്ങൾ പങ്കുവെച്ചുകൊണ്ട് വേണം ആ നാടിൻ്റെ നിലനിൽപ്പ് തന്നെ ഇന്ന് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ മഹാരാജ്യത്ത് ഇതേപോലെയുള്ള സൗഹൃദ സംഗമങ്ങൾ നിലനിൽക്കണമെന്നാണ് തൻവീർ ഇസ്ലാം സംഘം ട്രസ്റ്റിന്റെ ട്രസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ ആഹ്വാനം ചെയ്യുന്നത്. ഓച്ചിറ മേമന വാർഡിൽ നിന്ന് സംഘം എല്ലാ വർഷവും കാൽനടയായാണ് മലയ്ക്ക് പോകുന്നത്. സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും നാടായ ഓച്ചിറയ്ക്ക് ഇത് നവ്യാനുഭവമായി മാറുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. 30 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയ സംഭവത്തിൽ 3 പേരെ അറസ്റ്റ് ചെയ്തു. മലപ്പുറം സ്വദേശികളാണ് പിടിയിലായത്. കഴിഞ്ഞ 13-നായിരുന്നു ഇവ വാഹന പരിശോധനയ്ക്കിടെ പിടികൂടിയത്. നൂർനാട് പോലീസിന്റെ നേതൃത്വത്തിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. കറ്റാനത്ത് 30 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയ സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായി. മലപ്പുറം വെളിയങ്കോട് സ്വദേശികളായ മുഹമ്മദ് ബഷീർ, റിയാസ്, അയ്യോട്ടിച്ചിറ സ്വദേശി അബ്ദുൾ റാസിഖ് എന്നിവരാണ് അറസ്റ്റിലായത്. കേസിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു. കഴിഞ്ഞ 13-ന് പുലർച്ചെ 12:40-ന് GST എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് KP റോഡിൽ കറ്റാനത്ത് വാഹന പരിശോധനയ്ക്കിടെ നിർത്താതെ പോയ വാഹനത്തെക്കുറിച്ച് നൂർനാട് പോലീസിന് സന്ദേശം നൽകി. നൂർനാട് മാർക്കറ്റ് റോഡിൽ വാഹനം പോലീസ് തടഞ്ഞപ്പോൾ ഡ്രൈവറും സഹായിയും ഓടി രക്ഷപ്പെട്ടു. വാഹനം പരിശോധിച്ചപ്പോൾ 40 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി. മാർക്കറ്റിൽ 30 ലക്ഷത്തോളം രൂപയാണ് ഇതിന് വില വരിക. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. തെക്കൻ ജില്ലകളിൽ വ്യാപകമായി നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സംഘമാണിത്. തമിഴ്നാട്ടിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങി വലിയ തുകയ്ക്ക് കേരളത്തിൽ വിൽക്കുകയാണ് ഇവർ ചെയ്യുന്നത്. മാവേലിക്കര CI P ശ്രീജിത്ത്, SI-മാരായ നിതീഷ്, ഗോപാലകൃഷ്ണൻ, ബാബുക്കുട്ടൻ, ASI സിബി, CPO-മാരായ ബിജുരാജ്, ശരത്ത്, ഷിബു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. മൂവരെയും മാവേലിക്കര ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. ഒരു കുടുംബത്തിലെ 8 അംഗങ്ങൾ സംയുക്തമായി രചന നിർവഹിച്ച കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു.
കൊല്ലം ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി ഡെപ്യൂട്ടി മേയർ കൊല്ലം മധുവിന് പുസ്തകം നൽകി പ്രകാശനം നിർവഹിച്ചു. തങ്കശ്ശേരിയിലാണ് പുസ്തക പ്രകാശനം നടത്തിയത്. മാതാലയം കുടുംബാംഗങ്ങളായ 8 പേർ രചന നിർവഹിച്ച അക്ഷരക്കൂട്ടുകൾ എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനമാണ് കൊല്ലം മെത്രാൻ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി നിർവഹിച്ചത്. ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു പുസ്തകത്തിന്റെ ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പറയാനും എഴുതാനും കഴിവുണ്ട്. നമ്മൾ ഈ പറയുകയും പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് സമൂഹത്തിന് ചേർന്ന് വലിയ ആശയങ്ങളും ഉത്തേജനങ്ങളും ഒക്കെ നൽകും. ഓരോ കവിതയായിട്ട് അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, സമയക്കുറവ് മൂലം. പക്ഷേ അവയോരോന്നും നമുക്ക് നൽകുന്ന പ്രചോദനങ്ങളും വീക്ഷണങ്ങളും ഒക്കെ ആ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങളെക്കാൾ വലുതാണ്. അതുകൊണ്ട് ഇനിയും എഴുതണം, കുറെ കൂടെ അത് മെച്ചപ്പെട്ട രീതിയിൽ കൂടുതൽ പേർക്ക് അത് ആസ്വാദികരമാകുന്ന വിധത്തിലുള്ള ബിംബങ്ങളും കാര്യങ്ങളും ഒക്കെ ചേർത്തുകൊണ്ട് എഴുതണം. അത് സമൂഹത്തെ പരിവർത്തനം ചെയ്യുന്ന വിധത്തിലുള്ള സാഹിത്യ രചനകളാവട്ടെ എന്ന് ആശംസിക്കുന്നു. മാതാലയം നൊസ്റ്റാൾജിയ സാഹിത്യവേദി സ്ഥിതി പബ്ലിക്കേഷൻസ് ആണ് പുസ്തക പ്രസാധകർ. തങ്കശ്ശേരി കത്തീഡ്രൽ പാരിഷ് ഹാളിൽ നടന്ന പരിപാടിയിൽ എഡ്ഗർ പി ഫെർണാണ്ടസ് അധ്യക്ഷനായിരുന്നു. PT കുരിപ്പുഴ പുസ്തക അവതരണം നടത്തി. ഫാദർ ഡോക്ടർ ബൈജു ജൂലിയാൻ, ഫാദർ ഡോക്ടർ ജോസഫ് സുഗുൺ, ഫാദർ സിൽവി ആന്റണി, ഫാദർ അജയകുമാർ, ടെറി പി ഫെർണാണ്ടസ്, ഗ്രേസ് വർഗീസ് മുത്തപ്പൻ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ സാഹിത്യകാരും ആലോചിക്കണം, നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. നമ്മുടെ ജനാധിപത്യവും നമ്മുടെ സ്വാതന്ത്ര്യവും അപകടമാണ്. നമുക്ക് ഇങ്ങനെ ഇരുന്ന് ഇനി ഒരു നാളെ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുവാൻ കഴിയാത്ത ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ പുസ്തകം ഇവിടെ ബന്ധപ്പെടാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ വിദ്യാധിരാജ മോഡൽ LPSൽ ക്രിസ്മസ് കേക്ക് നിർമ്മാണം പരിശീലിപ്പിച്ചു. ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായാണ് കേക്ക് നിർമ്മാണം പരിശീലിപ്പിച്ചത്. വിവിധ കലാപരിപാടികളും നടത്തി. ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ വിദ്യാധിരാജ മോഡൽ LP സ്കൂളിലാണ് ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി ക്രിസ്മസ് കേക്ക് നിർമ്മിച്ചത്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഒരുമിച്ചാണ് ക്രിസ്മസ് കേക്ക് നിർമ്മിച്ചത്. സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് സജിത് കുമാർ ക്രിസ്മസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ഗാനങ്ങളും ഗാനങ്ങളും ഒക്കെ ആലപിച്ച് നമ്മുടെ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം ഇവിടെ വലിയൊരു ആഘോഷ പരിപാടികൾ തുടങ്ങാൻ പോവുകയാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളിലെ പ്രിയ രക്ഷിതാവ് ശ്രീമതി ഷെഫിന ഇവിടെ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിലെ നാട്ടുകാരെ പരിചയപ്പെടുത്തുകയാണ്. പ്രഥമാധ്യാപിക ബേബി സീജ ക്രിസ്മസ് സന്ദേശം നൽകി. സീനിയർ അസിസ്റ്റന്റ് രഘു, അധ്യാപകർ, PTA അംഗങ്ങൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. 4ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ അമ്മ ഷഹന വിദ്യാർത്ഥികളെ കേക്ക് ഉണ്ടാക്കുന്നത് പരിചയപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. നീണ്ടകര കണ്ണാട്ടുകുടി മഹാദേവി ക്ഷേത്രത്തിൽ പൊങ്കാല നടത്തി. ക്ഷേത്രയോഗം പ്രസിഡന്റ് നവകുമാർ ഭണ്ഡാരയെടുപ്പിൽ അഗ്നി പകർന്നു. 100 കണക്കിന് ഭക്തരാണ് പൊങ്കാലയിൽ പങ്കെടുത്തത്. നീണ്ടകര കണ്ണാട്ടുകുടി മഹാദേവി ക്ഷേത്രത്തിലാണ് പൊങ്കാല മഹോത്സവം നടന്നത്. 100 കണക്കിന് ഭക്തരാണ് പൊങ്കാലയിൽ പങ്കെടുത്തത്. രാവിലെ മേൽശാന്തി തെളിയിച്ച ദീപം ക്ഷേത്രയോഗം പ്രസിഡന്റ് നവകുമാർ ഭണ്ഡാരയടുപ്പിലേക്ക് പകർന്നു. തുടർന്ന് ദേവീമന്ത്രങ്ങൾ നിറഞ്ഞുനിന്ന അന്തരീക്ഷത്തിൽ പൊങ്കാല ചടങ്ങുകൾ നടന്നു. രാവിലെ 9:30 പൊങ്കാല പാത്രങ്ങളിൽ നിവേദ്യം പകർന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. ഭാര്യയെയും മകളെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം യുവാവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. പത്തനാപുരത്താണ് സംഭവം. പത്തനാപുരം പിടവൂർ സ്വദേശി രൂപേഷാണ് മരിച്ചത്. ചീട്ടുകളിയുടെ പണത്തെ ചൊല്ലി കൊലപാതകം. സുഹൃത്തിനെ കഴുത്തറുത്ത് കൊന്ന കേസിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊല്ലം കണ്ണനല്ലൂരിലാണ് സംഭവം. കൊലപാതകത്തിൽ 2 പേരാണ് പിടിയിലായത്. നൂറിനാട്ട് 30 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സംഭവത്തിൽ 3 പേരെ അറസ്റ്റ് ചെയ്തു. മലപ്പുറം സ്വദേശികളാണ് പിടിയിലായത്.
ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. സൗത്ത് വോയിസ് കൊല്ലം ജില്ലയിൽ തുടങ്ങുന്ന കേരള വിഷൻ ജില്ലാ ഡിസ്ട്രിബ്യൂഷനിലേക്കും ജില്ലാ ചാനലിലേക്കും ജില്ലയിലെ വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്ന കൺസ്യൂമർ സ്റ്റോറുകളിലേക്കും താഴെ പറയുന്ന വിഭാഗത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. റിസപ്ഷനിസ്റ്റ്, ജനറൽ മാനേജർ, ടാക്സ് ഓർ ലീഗൽ അഡ്വൈസർ, ഓഫീസ് സെക്രട്ടറി, ഓഫീസ് സ്റ്റാഫ്, അക്കൗണ്ടന്റ്, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഫീൽഡ് സ്റ്റാഫ്, സ്റ്റോർ കീപ്പർ, ചാനൽ പ്രോഗ്രാം ഷെഡ്യൂളർ, കൺട്രോൾ റൂം ടെക്നീഷ്യൻ, വീഡിയോ എഡിറ്റർ, ക്യാമറാമാൻ, ന്യൂസ് എഡിറ്റർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പ്രോഗ്രാം ആങ്കർ, ഡ്രൈവർ. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ചാനലിലെ സ്ക്രോളിംഗ് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾക്ക് 7025017405 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.